ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് കോമ്പോസിറ്റ് റെന്റ്. എന്താണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കോമ്പോസിറ്റ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെന്റിൽ എന്താണ് ഹൗസ് പ്രോപ്പർട്ടിന്റെ റെന്റ് മാത്രമല്ല അത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. ഹൗസ് ഓണർ ടെനന്റിന് കൊടുക്കുന്ന അതർ ഫെസിലിറ്റീസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് റെന്റിനാണ് താമസിക്കുന്നത്. എന്റെ ഹൗസ് ഓണർ എനിക്ക് എന്താണ് ഹൗസ് പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കുറെ ഫേർണിച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രിഡ്ജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലിഫ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും കൂടെ മൊത്തമായിട്ട് ഞാൻ 10,000 rupees റെന്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് കോമ്പോസിറ്റ് റെന്റ്. എന്താണ് ഹൗസ് പ്രോപ്പർട്ടിന്റെ വാടക മാത്രമല്ല അതിലുണ്ടാവുക, അതിലല്ലാതെ എന്തെങ്കിലും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ റെന്റ് കൊടുക്കുകയാണ് എങ്കിൽ അതിനെ കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയാം. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടിന്റെ റെന്റ് മാത്രമല്ല ഉണ്ടാവുക, എന്താണ് അതല്ലാതെയുള്ള സർവീസസിന്റെ ചാർജസ് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതിനാണ് എന്ത് പറയുന്നത് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമ്പോസിറ്റ് റെന്റിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കാം. 10,000 per month ആണ്, 10,000 per month ആണ് കോമ്പോസിറ്റ് റെന്റ് വിചാരിക്കാം. 10,000 per month ഞാൻ റെന്റിനാണ് താമസിക്കുന്നത്. അതിന്റെ റെന്റ് എന്ന് പറയുന്നത് 10,000 per month ആണ് വിചാരിക്കാം. ഇതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമ്മളോട് പറയുന്നുണ്ട് 6,000 rupees ഹൗസ് പ്രോപ്പർട്ടിക്കും 4,000 rupees എന്താണ് അതർ സർവീസസും ആണ്. അതായത് അത് 4,000 രൂപ ഞാൻ കൊടുക്കുന്ന എന്താണ് എനിക്ക് അയാൾ റെഫ്രിജറേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫേർണിച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 4,000 രൂപ പേ ചെയ്യുന്നത്. 6,000 രൂപ എന്താണ് 6,000 rupees എന്താണ് ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ ഈ കോമ്പോസിറ്റ് റെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എത്രയാണ് ഹൗസ് പ്രോപ്പർട്ടി ഉള്ളത്, എത്രയാണ് സർവീസസ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസ് ആണ് എങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി റെന്റ് എത്രയാണോ അത് നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ എടുക്കും. ഓക്കെ, ദെൻ ഈ 4,000 rupees അതർ സർവീസസ് ഇല്ലേ, ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സിലോ, ഇൻകം ഫ്രം അതർ സോഴ്സ് ഓർ ബിസിനസ് ഇൻകം, ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഹെഡാണ്. 5 ഹെഡ്സിൽ ഹെഡാണ് ഇൻകം ഫ്രം അതർ സോഴ്സും ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം. അതിൽ നമ്മൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഫെസിലിറ്റീസിന് കൊടുക്കുന്ന റെന്റ് അല്ലെങ്കിൽ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ആയിട്ടോ കൺസിഡർ ചെയ്യും. ഞാൻ ഒന്നും കൂടെ പറയാം, നമുക്ക് കിട്ടുന്ന കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത് അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിന്റെ റെന്റ് എത്രയാണോ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അസസ് ചെയ്യും. അതല്ലാതെയുള്ള സർവീസസിന് കൊടുക്കുന്ന എമൗണ്ട് എന്താണ്, ഒന്നല്ലെങ്കിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് പറയുന്നു 10,000 rupees per month ആണ് കോമ്പോസിറ്റ് റെന്റ് കിട്ടുന്നത്. ഇത് എനിക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നില്ല. എത്രയാണ് ഞാൻ സർവീസസിന് കൊടുക്കുന്നത്, എത്രയാണ് ഹൗസ് പ്രോപ്പർട്ടിക്ക് കൊടുക്കുന്നത് എന്ന് ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല. മൊത്തമായിട്ട് 10,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞേ അല്ലെ, നിങ്ങൾ മൊത്തമായിട്ട് 10,000 rupees റെന്റ് തന്നോളൂ. അതിൽ എത്രയാണ് ഹൗസിന് എത്രയാണ് അതർ സർവീസസ് നമുക്ക് അറിയില്ല. അങ്ങനെയാണ് എങ്കിൽ 10,000 rupees per month നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ഓർ ബിസിനസ് ഇൻകം, ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഓർ പ്രൊഫഷണൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ മൊത്തം എമൗണ്ട് എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. കോമ്പോസിറ്റ് റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെല്ലാം കൂടെ നമ്മൾ റെന്റ് കൊടുക്കുകയാണ് എങ്കിൽ അതിനാണ് കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയുന്നത്. ഈ അതർ സർവീസസിൽ ചിലപ്പോൾ ഫ്രിഡ്ജ് ആവാം, റെഫ്രിജറേറ്റർ ആവാം, ഫേർണിച്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ലിഫ്റ്റ് സൗകര്യമാവാം, അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ റെന്റ് കൊടുക്കുന്നതിന് നമുക്ക് എന്താ പറയാം കോമ്പോസിറ്റ് റെന്റ് എന്ന് പറയാം. അത് അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ റെന്റ് എത്രയാണോ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അസസ് ചെയ്യും. ഇനി അതർ സർവീസസിന്റെ കേസിൽ വരുന്ന എമൗണ്ട് ആണ് എങ്കിൽ എന്താണ് അത് ഇൻകം ഫ്രം അതർ സോഴ്സോ അല്ലെങ്കിൽ ബിസിനസ് ഇൻകം ഓർ പ്രൊഫഷണൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി
ആ എമൗണ്ട് നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമ്മൾ മൊത്തമായിട്ടൊരു റെന്റ് കൊടുക്കുന്നുണ്ട്, അതിൽ എത്രയാണ് ഹൗസ് പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ എത്രയാണ് അതർ സർവീസസ് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ മൊത്തം എമൗണ്ട് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകത്തിലാണ് നമ്മൾ കാണിക്കുക. ഓക്കെ, ക്ലിയർ? ഇത്രയാണ് കോമ്പോസിറ്റ് റെന്റിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് അൺറിയലൈസ്ഡ് റെന്റ്. അടുത്ത് പറയാനുള്ളത് അൺറിയലൈസ്ഡ് റെന്റ്. അൺറിയലൈസ്ഡ് റെന്റ് എന്തായിരിക്കും അൺറിയലൈസ്ഡ് റെന്റ്? അൺറിയലൈസ്ഡ് റെന്റ് ഈസ് ദ റെന്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനന്റ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്, ഞാൻ 2 മാസമായിട്ട് റെന്റ് കൊടുക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് അൺറിയലൈസ്ഡ് റെന്റ് അല്ലെ? അല്ല, റെന്റ് കിട്ടാണ്ട് കിട്ടിയിട്ടില്ല, അതിന് നമുക്ക് എന്ത് പറയാം? അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയാം. ഈ അൺറിയലൈസ്ഡ് റെന്റ് നമുക്കൊരു ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. അതിന് നമ്മൾ റൂൾ 4 പ്രകാരം ഒരു 4 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ അൺറിയലൈസ്ഡ് റെന്റിനെ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെന്റ് നോട്ട് പെയ്ഡ് ബൈ ദ ടെനന്റ്, അല്ലെങ്കിൽ എന്താണ്? റെന്റ് ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. റെന്റ് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള റെന്റിനെയാണ് അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഒരു ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കാം. റൂൾ 4 പ്രകാരം പറയുന്ന ഒരു 4 കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. ആ കണ്ടീഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ദ ടെനൻസി ഈസ് ബോണഫൈഡ്. ദ ടെനൻസി ഈസ് ബോണഫൈഡ്. ബോണഫൈഡ് മീൻസ് സിൻസിയർ അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത്. ഞാൻ എന്താണ്? എന്റെ വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു, അയാൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്, ബോണഫൈഡ് അല്ലെങ്കിൽ സിൻസിയർ ആയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നണം അല്ലെ? അല്ലാതെ എന്താണ്? മനഃപൂർവ്വം തരാതെ നിൽക്കുന്നതാണ് എങ്കിൽ നമുക്ക് ഇത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ടെനൻസി ഈസ് ബോണഫൈഡ്, ടെനൻസി സിൻസിയർ ആണ് അല്ലെങ്കിൽ ഗുഡ് ഫെയ്ത്ത് ഉള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നണം. രണ്ടാമത്തെ പറയുന്നത് ദ ഡിഫാൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്പ് ഹാവ് ബീൻ ടേക്കൺ ടു കംപ്ലീറ്റ് ദ വെക്കേഷൻ പ്രൊസീജിയർ. എന്താ പറയുന്നത്? ഈ ഡീഫാൾട്ട് വരുത്തിയ ടെനന്റ് അയാൾ എന്താണ്? ഒന്നല്ലെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയിരിക്കണം. ഇപ്പൊ എന്താണ്? ഞാൻ എന്താണ്? ഒരു ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു, അയാൾ 2 മാസമായിട്ട് വാടക തന്നിട്ടില്ല എങ്കിൽ അയാൾ ഞാൻ എന്ത് ചെയ്യണം? അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണം. വാടക തന്നിട്ടില്ല എങ്കിൽ വെക്കേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ പ്രൊസീജിയറും ഞാൻ എന്ത് ചെയ്യണം? എടുത്തിരിക്കണം. ഓക്കെ, then third one പറയുന്നത് the defaulting tenant is not occupation of any other property of the assessee. ആ അസസീന്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയിലും ഇയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഡീഫാൾട്ട് വരുത്തിയ ടെനന്റ് ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഫസ്റ്റ് പറഞ്ഞ എന്താണ്? ഈ ടെനന്റ് ഈസ് ബോണഫൈഡ്, അയാൾ ഗുഡ് ഫെയ്ത്ത് ഉള്ള ആളായിരിക്കണം. ഈ അൺറിയലൈസ്ഡ് റെന്റ് അല്ലെങ്കിൽ വെക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊസീജിയറും ആ ഹൗസ് ഓണർ എന്ത് ചെയ്യണം? ചെയ്തിരിക്കണം. ദെൻ പറയുന്നത് എന്താണ്? ഈ ഡീഫാൾട്ട് വരുത്തിയ ടെനന്റ് ആ അസസീന്റെ വേറൊരു ഹൗസ് പ്രോപ്പർട്ടിയിലും ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് the assessee has been taken all reasonable steps to institute legal proceedings for the recovery of unpaid rent. അപ്പൊ ഈ അൺപെയ്ഡ് റെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ പ്രൊസീഡിങ്സും ആ അസസി ചെയ്യുകയും വേണം. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഹൗസ് ഓണർ ആണ്, ഞാൻ എന്റെ വീട് വാടകയ്ക്ക് കൊടുത്തു. വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം മിസ്റ്റർ എക്സിന് വാടകയ്ക്ക് കൊടുത്തു. അയാൾ എന്താണ്? 2 മാസത്തെ വാടക 2 മന്ത്സിലെ റെന്റ് എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ അൺറിയലൈസ്ഡ് റെന്റ് വന്നു കഴിഞ്ഞാൽ എനിക്കത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ കേസിൽ? ആ മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത് ഒരു ബോണഫൈഡ് ആയിട്ടുള്ള ആളാണ്. അയാൾ എന്താണ്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ്, ഗുഡ് ഫെയ്ത്ത് ഉള്ള ഒരാളാണ്. ഇതിനെന്താ പറയുന്നത്? ആ മിസ്റ്റർ എക്സിനെ ഞാൻ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊസീഡിങ്സും ഞാൻ തുടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അയാളെ എന്റെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യിപ്പിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ. ദെൻ തേർഡ് പറയുന്നതാണ് ഈ മിസ്റ്റർ എക്സ്, അതായത് ഡീഫാൾട്ട് വരുത്തിയ ടെനന്റ്, അയാൾ എന്താണ്? എന്റെ വേറെ ഏതൊരു ഹൗസ് പ്രോപ്പർട്ടിയിലും ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് ഞാൻ അയാൾ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേറെ എന്റെ തന്നെ പേരുള്ള വേറൊരു വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കാൻ പാടില്ല. അയാൾ എന്താണ്? ഹൗസ് ഓണറിന്റെ വേറൊരു ഹൗസ് പ്രോപ്പർട്ടിയും ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പാടില്ല. അതാണ് തേർഡ് കണ്ടീഷൻ. ദെൻ ഫോർത്ത് കണ്ടീഷൻ പറയുന്നത് ഈ അൺറിയലൈസ്ഡ് റെന്റ്, അതായത് എക്സ് എനിക്ക് തരാനുള്ള അൺറിയലൈസ്ഡ് റെന്റ് റിക്കവർ ചെയ്യാനുള്ള എല്ലാ പ്രൊസീജിയറും ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അൺറിയലൈസ്ഡ് റെന്റ് ഒരു ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ,
അതായത് കണ്ടീഷൻസ് ആണ്. നമുക്ക് പ്രോബ്ലം തരുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല. അൺറിയലൈസ്ഡ് റെന്റ് കണ്ടാൽ നമുക്ക് ഡിഡക്ട് ചെയ്യാം. ഈ കണ്ടീഷൻസ് വെച്ച് മാച്ച് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ തിയറി പഠിക്കുമ്പോൾ അതുകൂടെ പഠിക്കണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കണ്ടീഷൻസ് ഒന്നും വേണ്ട. അൺറിയലൈസ്ഡ് റെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലെസ് ചെയ്യാം. ഓക്കെ, ഇതിനടുത്ത് പറയുന്നത് റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്. നമുക്ക് പറഞ്ഞു അൺറിയലൈസ്ഡ് റെന്റ് പറഞ്ഞാൽ കിട്ടാറുണ്ട്, കിട്ടിയിട്ടില്ല. ഇത് പിന്നെ എപ്പോഴും കിട്ടുമല്ലോ അല്ലെ. ചിലപ്പോൾ നമുക്ക് എന്താണ് 2 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എമൗണ്ട് കിട്ടാം. ആണ് റിക്കവറി ഓഫ് അൺറിയലൈസ്ഡ് റെന്റ്. അങ്ങനെ റിക്കവറി ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ എമൗണ്ട് എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സബിൾ ആയിട്ട് വരും. പിന്നെ എനിക്ക് 2 കൊല്ലം മുമ്പ് കിട്ടാനുള്ള റെന്റ് ഈ കൊല്ലം കിട്ടിയെങ്കിൽ അതെന്താണ്, ഈ വർഷത്തെ എന്റെ ഇൻകത്തിന്റെ മുകളിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ക്ലിയർ. ചിലപ്പോൾ നമ്മൾ ആ റെന്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി എന്റെ പേരിലായിരിക്കില്ല, ഞാൻ ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് അത് സെയിൽ ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടി എന്താണ്, ആ റെന്റ് എന്താണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് അൺറിയലൈസ്ഡ് റെന്റ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഈവൻ എന്താണ്, ആ ഹൗസ് പ്രോപ്പർട്ടിന്റെ ഓണർ ആ സമയത്ത് ഞാൻ ആവണമെന്ന് പോലും നിർബന്ധം ഇല്ല. ഓക്കെ, നമുക്ക് ഈ അൺറിയലൈസ്ഡ് റെന്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ. ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ എത്താൻ നമുക്ക് അറിയില്ലേ. മുനിസിപ്പൽ റെന്റൽ വാല്യൂ, ഫയർ റെന്റൽ വാല്യൂ, whichever is higher, സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ, whichever is lower, ആക്ച്വൽ റെന്റ്. ആക്ച്വൽ റെന്റിൽ ലോസ് ഡ്യൂ ടു വേക്കൻസി ഉണ്ട് എങ്കിൽ ആ ആക്ച്വൽ റെന്റ് ഏതാണോ അതാണ് അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരിക. ഇനി ലോസ് ഡ്യൂ ടു വേക്കൻസി ഇല്ല എങ്കിൽ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂനെയും ആക്ച്വൽ റെന്റൽ വാല്യൂനെയും കമ്പയർ ചെയ്യും. whichever is higher ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, then ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. municipal tax paid by the owner, അതുപോലെ തന്നെ ലെസ് അൺറിയലൈസ്ഡ് റെന്റ്. ലെസ് അൺറിയലൈസ്ഡ് റെന്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആനുവൽ വാല്യൂ അല്ലെങ്കിൽ നെറ്റ് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ അൺറിയലൈസ്ഡ് റെന്റ് എന്താണ്, ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഈ അൺറിയലൈസ്ഡ് റെന്റ് വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയർ ആവും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Compute gross annual value for the assessment year 2020-21. Okay. Fire rental value 1,32,000. Actual rent 14,000 per month. Municipal rental value 1,20,000 per annum. Standard rent 1,38,000. The assessee is not able to collect rent for 2 months and the house is also remained closed for 2 months. എന്താണ്, ഫയർ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്, ആക്ച്വൽ റെന്റ് തന്നിട്ടുണ്ട്, മുനിസിപ്പൽ റെന്റൽ വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെന്റ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് the assessee is not able to collect the rent for 2 months. 2 മാസത്തെ റെന്റ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. which means 2 months unrealized rent ഉണ്ട്. ഇത് പറയുന്നത് the house is also remained closed for 2 months. 2 മാസത്തേക്ക് എന്താണ്, ഹൗസ് വേക്കന്റ് ആയി കിടന്നിട്ടുമുണ്ട്. അപ്പൊ അവിടെ ലോസ് ഡ്യൂ ടു വേക്കൻസി 2 months ഉണ്ട്, അൺറിയലൈസ്ഡ് റെന്റും 2 months ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസ് പറയുന്നത് വാട്ട് വിൽ ബി ദ ആനുവൽ വാല്യൂ ഇഫ് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഈസ് 12,000 per month. ആക്ച്വൽ റെന്റ് 12,000 per month ആണ് എങ്കിൽ എന്താണ് അതിന്റെ ആനുവൽ വാല്യൂ. ഇപ്പൊ 2 കേസ് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ഫസ്റ്റ് കേസ് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് annual value. Computation of annual value. Okay, ആദ്യം ചെയ്ത ഫയർ റെന്റൽ വാല്യൂ FRV. ഫയർ റെന്റൽ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1,32,000. Then municipal rental value 1,20,000.
1,20,000. Whichever is higher, 1,32,000. The higher amount എടുക്കാം. Higher, 1,32,000. Then standard rental value, that is standard rent, 1,38,000. 1,38,000. Whichever is lower, അതാണ് expected rental value. ഏതാണ് ചെറുത് ഏതാണ്? 1,38,000 ആണോ 1,32,000 ആണോ? 1,32,000. ഓക്കെ. then എന്ത് ചെയ്യാം? actual rent എത്രയാണ്? 14,000 per month ആണ്. അപ്പൊ 14,000 into 12, 1,40,000 plus 28,000, 1,68,000. ഓക്കെ. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ ലോസ് ഡ്യൂ ടു വേക്കൻസി ഉണ്ട് അല്ലെ, 2 months ക്ലോസ്ഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ലെസ് ലോസ് ഡ്യൂ ടു വേക്കൻസി, എത്രയാണ്? 14,000 into 2, that's equal to 28,000. let's say 1,40,000 ഔട്ടറിലേക്ക് എടുത്ത് എഴുതാം. ഓക്കെ. അപ്പോൾ ഇവിടെ ലോസ് ഡ്യൂ ടു വേക്കൻസി വരുന്ന പ്രോബ്ലം ആണ്. അപ്പൊ ലോസ് ഡ്യൂ ടു വേക്കൻസി വരുന്ന പ്രോബ്ലത്തിൽ ആക്ച്വൽ റെന്റ് ആയിരിക്കും അതിന്റെ എന്തായിട്ട് വരിക? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് 1,40,000. അവിടെ കമ്പയർ ചെയ്യാൻ പോകണ്ട. 1,40,000 അതിന് നേരെ എഴുതുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ. അവിടെ ലോസ് ഡ്യൂ ടു വേക്കൻസി വരുന്ന പ്രോബ്ലം ആയതുകൊണ്ട് ആ ആക്ച്വൽ റെന്റ് തന്നെ ആയിരിക്കും അതിന്റെ എന്ത് പറയുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. then less മുനിസിപ്പൽ ടാക്സ് ഉണ്ട് അവിടെ ഇല്ല? മുനിസിപ്പൽ ടാക്സ് ഒന്നും പറയുന്നില്ല അല്ലെ. അപ്പൊ ലെസ് അൺറിയലൈസ്ഡ് റെന്റ്, എത്രയാണ്? 2 months unrealized. The assessee is not able to collect rent for 2 months. അപ്പൊ എത്രയാണ്? 14,000 into 2, that's equal to 28,000. അപ്പൊ 1,40,000 ൽ നിന്ന് 28,000 കുറയ്ക്കുക, 1,12,000. അതിന്റെ നേരെ എഴുതുക ആനുവൽ വാല്യൂ. ഓക്കെ. ആനുവൽ വാല്യൂ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് ചെയ്തു, ആനുവൽ വാല്യൂ കണ്ടു. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് പറയുന്നുണ്ട്, വാട്ട് വിൽ ബി ദ ആനുവൽ വാല്യൂ ഇഫ് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ഈസ് 12,000 per month. ആക്ച്വൽ റെന്റ് റിസീവ്ഡ് 12,000 per month ആയിരുന്നുവെങ്കിൽ എന്താണ് ആനുവൽ വാല്യൂ? ഓക്കെ. അപ്പൊ ആക്ച്വൽ റെന്റ് 12,000 per month ആക്കിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പൊ ആക്ച്വൽ റെന്റ് എന്താ? എത്രയായി? 12,000 per month. ആക്ച്വൽ റെന്റ് 12,000 per month ആക്കിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ആക്ച്വൽ റെന്റ് 12,000 per month ആണ്. ഇതിലുള്ള കാര്യങ്ങൾ സെയിം തന്നെ അല്ലേ? ഫയർ റെന്റൽ വാല്യൂ, മുനിസിപ്പൽ റെന്റൽ വാല്യൂ, whichever is higher, സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ, whichever is lower, expected rental value. ആക്ച്വൽ റെന്റ് എത്രയാണ് പറഞ്ഞത്? 14,000 ഉള്ള സ്ഥലത്ത് 12,000 ആയി. അങ്ങനെയെങ്കിൽ 12,000 into 12, that's equal to 1,44,000. പിന്നെ എന്ത് ചെയ്യണം? ലോസ് ഡ്യൂ ടു വേക്കൻസി 12,000 into 2 അല്ലെ? 12,000 into 2, that's equal to 24,000. ഔട്ടറിലേക്ക് 1,20,000. അത് തന്നെയാണ് അതിന്റെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരുന്നത് 1,20,000 അല്ലെ? ലോസ് ഡ്യൂ ടു വേക്കൻസി വരുന്ന പ്രോബ്ലം ആയതുകൊണ്ട് ആ എമൗണ്ട് തന്നെ ആയിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് വരുന്നത്. then less unrealized rent 2 monthsലാണ്. അപ്പൊ 12,000 into 2, that's equal to 24,000. അപ്പൊ ലെസ് ചെയ്യുമ്പോൾ 96,000.
96,000 ആണ് എന്ത് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ എത്രയാണ് 96,000. ഓക്കെ, ക്ലിയർ ആയി വിശ്വസിക്കുന്നു. താങ്ക് യു.